ഫ്രണ്ട്സ്, ഞാനിപ്പോൾ ഉള്ളത് വയനാട്ടിലാണ്. വയനാട്ടിൽ എന്തിനാ വന്നതെന്നുള്ളത്, നമ്മുടെ മുണ്ടക്കൈ പ്രകൃതി ദുരന്തത്തിൽപ്പെട്ടവർക്കുള്ള താക്കോൽ ദാന ചടങ്ങിനും വേണ്ടി ഇവിടെ വന്നിരിക്കുകയാണ് വയനാട്ടിൽ. ഞാൻ അങ്ങനെ ഏറ്റിക്കൊണ്ടിരുന്നതാ, ചോമാന്ന് കൊണ്ടിരുന്നത്. ഇവിടുത്തെ കൊണ ആടെ കിട്ടൂല. ബഹുമാനപ്പെട്ട സാദിഖലി തങ്ങൾ ഇന്ന് കൊടുക്കുന്ന ചാവി, വീട്ടിന്റെ ചാവി, ആ മുഹൂർത്തത്തിൽ ഞങ്ങൾ മീത്തലങ്ങാടി നിന്ന് പോവുക. ആ സന്തോഷത്തിൽ പങ്കെടുക്കാൻ എല്ലാ സപ്പോർട്ടും കാണണം. അതിനാണ് ഞങ്ങൾ പോകുന്നത്. അസ്സലാമു അലൈക്കും. നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് മുണ്ടക്കൈ ചൂരൽമല ദുരന്തത്തിലകപ്പെട്ടവർക്ക് യൂണിയൻ മുസ്ലിം ലീഗ് നിർമ്മിച്ചിറങ്ങുന്ന വീടിന്റെ താക്കോൽദാന ചടങ്ങിൽ പങ്കെടുക്കാൻ വേണ്ടിയത്. ഏറ്റവും സന്തോഷകരമായ ഒരു ചടങ്ങിൽ പങ്കെടുക്കാൻ വേണ്ടി നമ്മുടെ ബഹുമാനപ്പെട്ട നേതാവ് CP അബൂഖറാജിയുടെ നേതൃത്വത്തിൽ മീത്തലങ്ങാടിയിൽ നിന്നും പുറപ്പെട്ട വാഹനത്തിലാണ്. ഇൻഷാ അല്ലാഹ് നമ്മുടെ പുറകിലും വാഹനങ്ങളൊക്കെ വരുന്നുണ്ടല്ലേ. പരിപാടി നമ്മളിപ്പോ എന്താ ഇൻഷാ അല്ലാഹ് 12 വണ്ടി ഉള്ളിൽ അടത്തും. ഭയങ്കര വീടാന്ന് പറയുന്നുണ്ട്. എന്തായാലും അവിടെ പോയിട്ട് കാഴ്ചകൾ നമുക്ക് കാണാം. സമർപ്പണം. അതെ, അല്ല കുഴപ്പമില്ല. അത് ഞാനിപ്പോ ഒരു പണി കുറച്ച് സ്പീഡായിക്കോട്ടെ എന്ന് ചോദിച്ചതാ, വേറെ ഒന്നുമില്ല. ഇവിടെയാണ് ഇനി അടുത്ത പണി നടന്നുകൊണ്ട് അങ്ങോട്ട് പാർക്ക് സൈറ്റ്. ഇവിടെയാ, ഇവിടെ 54 വീട്. ഇവിടെ ഓരോ വീടും എടുക്കുന്നത് ഭൂമിക്കടിയിലേക്ക് ആയത്തിൽ ഫില്ലറുകൾ കൊടുത്തിട്ടാണ് എടുക്കുന്നത്. അപ്പോൾ നല്ല സുരക്ഷിതമായിരിക്കും. ഭൂകമ്പത്തിനെല്ലാം ചെറുക്കാൻ പറ്റുന്ന രീതിയിലാണ് ഇവർ ഈ അങ്ങനെ നമ്മളെ നാട്ടിലാ. അങ്ങോട്ട് പോകാൻ പറ്റുമോ? ഇപ്പൊ തന്നെ വന്നോണ്ട് അങ്ങോട്ട് പോകാൻ പറ്റും. അതന്നെ, കൊറേ കഴിഞ്ഞാൽ ഇവര് വിടൂല. തലേ കെട്ടിട്ടുണ്ട്. ഇതാണ് കേട്ടാ സംഭവം. മാഷാ അല്ലാഹ്, ഇതാണ് സംഭവം. മുസ്ലിം ലീഗ് കൈമാറുന്ന സ്നേഹഭവനങ്ങളുടെ സമർപ്പണ സ്ഥലത്താണുള്ളത്. അപ്പോൾ അതിൻ്റെ മെയിൻ ഗേറ്റാണിത്. ഇത് വഴിയാണ് ഉള്ളിലോട്ട് പോകേണ്ടത്. ഇന്റർലോക്ക് എല്ലാം പാകിയിട്ട് നല്ല ഉഷാറാക്കിയിട്ടുണ്ട് വഴി. ഇപ്പോൾ ഇവിടെ ഹെൽപ്പ് ഡെസ്ക് എല്ലാം ഉണ്ട്. ഇവിടെ പ്രിയങ്ക ഗാന്ധി പങ്കെടുക്കുന്നതുകൊണ്ട് കുറച്ച് സുരക്ഷ ഏർപ്പെടുത്തിയിട്ടുണ്ട്. നമ്മൾ മറ്റുള്ള വീഡിയോയിൽ കാണുന്ന പോലെയല്ല, ഇവിടെ വന്ന് നേരിട്ട് കണ്ടാലാണ് ഇത് മനസ്സിലാവുക, ഇതിനൊരു ഭംഗിയും കാര്യമൊക്കെ. പ്രിയമുള്ളവരെ, നമ്മളുടെ വാഹനങ്ങൾ പാർക്ക് ചെയ്യുന്നതിന് വേണ്ടി പാർക്കിംഗ് ഗ്രൗണ്ടുകൾ ക്രമീകരിച്ചിട്ടുള്ള വളരെ പെട്ടെന്ന് തന്നെ ആ റോഡ് സൈഡിൽ നിന്ന് 22 കിയ കാർ അവിടെ നിന്നും മാറ്റി വാഹന ഗതാഗതത്തിന് വളരെ അതാണ് വേണ്ടിയത്. നമ്മുടെ തൊട്ടടുത്ത ശിവക്ഷേത്രത്തിൽ സ്ഥലം അറേഞ്ച് ചെയ്തിട്ടുണ്ട്. സ്കൂൾ ഗ്രൗണ്ട്, മാണ്ടാട് എന്നീ സ്ഥലങ്ങൾ ക്രമീകരിച്ചിട്ടുള്ളതുകൊണ്ട് വാഹനത്തിൽ വന്ന മുഴുവൻ ആളുകളും ഓരോ വീട്ടിലും കയറി നോക്കാൻ പറ്റില്ല. ഒരു വീട്ടിൽ കയറിയിട്ട്
ഇവിടെ ഫർണിച്ചറുകളും അതുപോലെ തന്നെ എല്ലാ സെറ്റപ്പും ചെയ്തൊക്കെ നമുക്കൊന്ന് നോക്കാം. എന്നാലും മാഷാ അല്ലാഹ് അടിപൊളിയാണ്. നമ്മൾ വിചാരിച്ചതുപോലെയല്ല, അതിൽ കൂടുതലായിട്ട് കാര്യങ്ങളൊക്കെ നല്ല ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട് ഇവിടെ. മൂന്ന് നല്ല ബെഡ്റൂമുകളാണ് കൊടുത്തിരിക്കുന്നത്. ഇതാ മാഷാ നല്ല അടിപൊളി കട്ടിലൊക്കെ കൊടുത്തിട്ടുണ്ട് അല്ലേ, അലമാര. ഇതാണ് ഓരോ റൂമിലും കൊടുത്തത് കേട്ടോ. ഇതുപോലെ സെറ്റപ്പൊക്കെ ഇത് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതാ ബാത്റൂം, അറ്റാച്ച്ഡ് ബാത്റൂമാണ് ഓരോ റൂമിലും. ഒരു ബെഡ്റൂമാണ്. അങ്ങനെ 3 റൂമാണുള്ളത്. റൂമാണ്. പിന്നുള്ളതൊരു കോമൺ ബാത്റൂമായി. ഇത് വീടിൻ്റെ ഫ്രണ്ടിനെക്കാട്ടിയും വീതിയുണ്ട് കേട്ടോ പുറകു വശത്ത്. പിന്നെ ഇതിൻ്റെ നടുവിലൊരു ചെറിയ ഗ്യാപ്പ് കൊടുത്തിട്ടുണ്ട്. അതെന്തിനാ അറിയാം, സ്റ്റെയർ കേസിന് വേണ്ടിയാണ്. പിന്നീട് മുകളിലെടുക്കുന്നുണ്ടെങ്കിൽ അതിനുപകരിക്കാനാണ് ഈ ഒരു ഗ്യാപ്പ് കൊടുത്തിരിക്കുന്നത്. ഇതിൻ്റെ മേലെ അതിന് വേണ്ടുന്ന എല്ലാ സജ്ജീകരണമുണ്ട്. പിന്നെ AC-ൻ്റെ പോയിൻ്റെല്ലാം ഇട്ടിട്ടുണ്ട് എല്ലാ സ്ഥലത്തും. അടിപൊളി തന്നെ. മാഷാ അല്ലാഹ് സ്റ്റേജെല്ലാം സൂപ്പറാണ് കേട്ടോ. എന്താ ഒരു ലുക്ക്. ഇവിടെ നിന്ന് പ്രശസ്ത വ്ളോഗർ ബുള്ളറ്റ് മാനുവിനെ കാണാൻ ഇടയായി. അദ്ദേഹം എന്നോട് പറഞ്ഞ നിങ്ങളുടെ ഒരു വീഡിയോ ഒരുപാട് കേട്ടിട്ടുണ്ട്, പക്ഷേ ഇന്നാണ് കാണുന്നത്. മാഷാ അദ്ദേഹം എന്നെ ഫസ്റ്റ് കണ്ടപ്പോൾ പറഞ്ഞത് നമ്മുടെ നാട്ടിലൊരു ഇതിട്ടിരുന്ന വീഡിയോ കല്ലുമ്മക്കായിട്ട് 1 ലക്ഷത്തിൻ്റെ മേലെ ആളുകൾ കണ്ട് വൈറലായ വീഡിയോ ആണ്. അപ്പോൾ അതൊക്കെ അദ്ദേഹം കണ്ടു എന്നാണ് പറഞ്ഞത്. ഒരു ചടങ്ങിലാണ് ഇ.ടി. മുഹമ്മദ് ബഷീർ സമദാനി വരുന്നുണ്ട്. വലൈക്കും സലാം. മാത്രവുമല്ല നമ്മുടെ VIP-കൾ ആ വീട്ടിലേക്ക് കാണാൻ വേണ്ടി വരികയും ചെയ്യും. അതുകൊണ്ട് വീടിന്റെ കർമ്മപദത്തിലൂടെയാണ് അത് നമ്മൾ അത് സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്വം നമ്മൾക്ക് ഓരോരുത്തർക്കും. വേദിയുടെ ഇടതുവശത്തായിട്ട് പ്രത്യേകം ക്രമീകരിച്ച ആ ഭാഗത്തു നിന്നും ആളുകൾ മാറണം. നിശബ്ദതയുടെ നിശബ്ദതയിൽ നമുക്ക്
മനസ്സിലാവുമെന്ന് മാത്രമല്ല, ഈ പ്രവൃത്തിക്ക് ഒരു പൈസ പോലും അദ്ദേഹം പ്രതിഫലം വാങ്ങിയിട്ടില്ല. ഈ പുണ്യപ്രവൃത്തിയോട് ചേർന്ന് നിൽക്കാനാണ് ശ്രീ ടോണി ജോസഫ് തയ്യാറായത്. അദ്ദേഹം ഏതാനും നിമിഷങ്ങൾക്ക് അവിടെ എത്തും. ദൈവത്തിൻ്റെ അള്ളാഹുവിൻ്റെ അനുഗ്രഹം കൊണ്ട് ഞങ്ങൾക്ക് ആ താക്കോൽ കൈമാറ്റം നടത്താൻ കഴിയും. അതുപോലെ തന്നെ മെയ് 31 ബാക്കിയുള്ള 54ൻ്റെയും താക്കോൽ കൈമാറ്റം നടത്താൻ കഴിയും. ഇവിടെ വന്ന മാധ്യമപ്രവർത്തകർക്കെല്ലാം അവിടെയാണ് ഒരു സ്റ്റേജ് പോലെ ഒരുക്കിയിട്ട് ഇത് റെക്കോർഡ് ചെയ്യാനുള്ള അവസരം കൊടുത്തത്. എന്താണെന്നറിയില്ല, മാഷാ അല്ലാ, എനിക്ക് ഇവിടെ തന്നെ നിൽക്കാൻ പറ്റി ഈ സ്റ്റേജിൻ്റെ ഫ്രണ്ടിൽ തന്നെ. ആർക്കിടെക്ട് ടോണി, ലോക പ്രശസ്തനായ ആർക്കിടെക്ട് ടോണി ഒരു പൈസ വാങ്ങാതെയാണ് നമുക്കിതിൻ്റെ മുഴുവൻ ഡിസൈൻ ചെയ്ത് തന്നത്. അതുപോലെ ബഹുമാന്യയായ പ്രിയങ്കാജിക്ക് പോകാനും ഉള്ളതുകൊണ്ട് ബഹുമാനപ്പെട്ട നേരെ നമ്മളെ താക്കോൽ ദാനത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. ഉദ്ഘാടന പ്രസംഗമാണ്, ഈ മഹാസംഗമത്തിന്റെ ഉദ്ഘാടന പ്രസംഗമാണ് വേദിയിൽ നടക്കാനുള്ളത്. അങ്ങനെ 105 വീടുകൾ വെച്ചു കൊടുക്കുക എന്നുള്ളത് പ്രഖ്യാപിച്ചത്. ഇന്നിപ്പോ ആ പുനർജന്മത്തിലും നമുക്ക് ഒരുമിക്കാൻ സാധിക്കട്ടെ എന്ന പ്രാർത്ഥനയോടെ ഈ പരിപാടിയുടെ ഔപചാരികമായ ഉദ്ഘാടനം ഇവിടെ എല്ലാവർക്കും റമദാൻ ആശംസകൾ നേർന്നുകൊണ്ട് നിർവഹിക്കുന്നു. ജയ് ഹിന്ദ്. Now I am inviting our chief guest, Priyanka ji. For 2 days before she attended the function done by Rahul ji, they are starting their own project here. Tomorrow is taking the government project, whatever it is. We hope that all this will help the victims. Now Priyanka ji is speaking. Respected Shri Sadiq Ali Tangal ji, respected Shri Kunyali Kutti ji, Shri E.T. Mohammad Bashir ji, Shri Abdul Samad Samadri ji, Shri P.V. Abdul Wahab ji, Shri Haris Beran ji, Shri P.M.A. Salam ji, Shri P.K. Bashir ji, Advocate Siddiq ji, Shri I.C. Balakrishna ji, and all those distinguished guests and colleagues who are assembled here on stage, my dearest brothers and sisters, I welcome you to this function today and I thank you for inviting me to share in this ceremony. ആദരണീയനായ സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങൾ അവർകളെ, അഭിവന്ദനായ കുഞ്ഞാലിക്കുട്ടി സാഹിബ് അവർകളെ, ബഹുമാന്യരായ E.T. മുഹമ്മദ് ബഷീർ സാഹിബ്, P.V. അബ്ദുൽ വഹാബ്, ഹാരിസ് ബീരാൻ, P.M.A. സലാം, P.K. ബഷീർ, അഡ്വക്കേറ്റ് സിദ്ദീഖ്, ശ്രീ I.C. ബാലകൃഷ്ണൻ, ഇവിടെ കൂടിയിട്ടുള്ള എൻ്റെ ബഹുമാന്യരായ സഹോദരന്മാരെ, സഹോദരിമാരെ, നിങ്ങളെ എല്ലാവരെയും ഞാൻ സഹർഷം സ്വാഗതം ചെയ്യുന്നു. നിങ്ങളെ കാണാൻ കഴിഞ്ഞതിലുള്ള സന്തോഷം ഇവിടെ അറിയിക്കുന്നു. എന്നെ ഈ പരിപാടിയിലേക്ക് ക്ഷണിച്ചതിനുള്ള കൃതാർത്ഥത ഞാൻ ഇവിടെ രേഖപ്പെടുത്തുന്നു. MP ബഷീർ സാഹിബ്, വന്നവർക്കുള്ള നോമ്പ് തുറ കിറ്റും ഭക്ഷണം ഇവിടുന്ന് കൊടുക്കുകയാണ്. അതിനൊരു തിരക്കാണ് ഈ കാണുന്നത്. സൂപ്പർ. അപ്പോൾ ഇതാണ് നമ്മളെ കിറ്റ് കേട്ടാ, ഇവിടുന്ന് വിതരണം ചെയ്യുന്ന ഇഫ്താർ കിറ്റ്. ഒരു കണ്ടെയ്നറിൽ ബിരിയാണി ഉണ്ട്, പിന്നെ ഫ്രൂട്ട്സ് ഉണ്ട്, പിന്നെ ജ്യൂസ് ഉണ്ട്, പിന്നെ പച്ചവെള്ളം, പിന്നെ എണ്ണക്കടിയുണ്ട്. ഇതാ പോരെ, ഇതിൽ കൂടുതലെന്താ വണ്ടി ഒന്നും പറയണ്ട.